ഒൻപതാം ക്ലാസ്സിലെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് നോക്കുന്നത് ന്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ. ഈ ചാപ്റ്ററിന്റെ തുടക്കം മുതൽ 25ാമത്തെ പേജ് വരെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഒരു ഭിന്നസംഖ്യയുടെയും വർഗം രണ്ടല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. രണ്ടാമതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് the length of the diagonal of a square of side 1 unit can be expressed as a fraction. അതായത് ഒരു യൂണിറ്റ് സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണൽ, ഇതാണല്ലോ ഡയഗണലിന്റെ നീളം നമുക്കൊരു ഭിന്നസംഖ്യയായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല എന്നാണ് രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 6 ട്രയാങ്കിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾസിന് പ്രത്യേകതയുണ്ട്. ഇതെല്ലാം റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് അത് 1 സെന്റിമീറ്റർ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സെന്റിമീറ്റർ. അപ്പോൾ ഇത് 6 തുല്യ ട്രയാങ്കിൾസ് ആണ്, റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. കൂടാതെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ നീളം എത്രയാണ്? 1 സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, ഞാൻ ഈ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് 2 സ്ക്വയറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ സ്ക്വയർ 2 ട്രയാങ്കിൾസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്ക്വയറോ 4 ട്രയാങ്കിൾസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറിന്റെ ഡയഗണൽ അല്ലെ, ഇതാണ് 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ അല്ലെ. അപ്പൊ അതിന്റെ ഡയഗണൽ ഇതാണ്. ആ ഡയഗണലിന്റെ നീളം ഒരു ഭിന്നസംഖ്യയായിട്ട് നമുക്ക് എഴുതത്തില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ 2 സ്ക്വയറുകളും ഒറ്റ ചിത്രത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ 2 ഗ്രീൻ ട്രയാങ്കിൾസ് ഒന്നിനു മീതെ ഒന്നായിട്ട് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സ്ക്വയറിന്റെ ഡയഗണൽ ഒരു ഭിന്നസംഖ്യ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നാണ്. ഈ സ്ക്വയറിന്റെ ഡയഗണൽ ഈ ഫിഗറിൽ വന്നപ്പോ എന്തായിട്ട് മാറി? ഈ വലിയ സ്ക്വയറിന്റെ എന്തായിട്ട് മാറി? ഒരു വശമായിട്ട് മാറി അല്ലെ. അപ്പൊ ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ വലിയ സ്ക്വയറിന്റെ ഈ വശം എന്തല്ല എന്ന് പ്രൂവ് ചെയ്യണം? ഒരു ഭിന്നസംഖ്യ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? ചെറിയ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 1 സെന്റിമീറ്റർ വെച്ചാണ് അല്ലെ. കാരണം ഇതെന്താ? റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അത് 1 സെന്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ സൈഡുകൾ. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണ്? ഏരിയ ഈക്വൽ ടു 1 × 1. അങ്ങനെയല്ലേ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? സൈഡ് ഇൻറ്റു സൈഡ്. 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കിട്ടി 1 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? വലിയ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ? സൈഡ് നമുക്ക് തന്നിട്ടില്ല അല്ലെ. കാരണം ഈ സൈഡ് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പെർപെൻഡിക്കുലർ സൈഡ്സ് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് കാരണം ഈ വലിയ സ്ക്വയറിന്റെ സൈഡ്സ് നമുക്ക് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ വലിയ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്ത ട്രയാങ്കിൾസിന്റെ എണ്ണം വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? ചെറിയ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് എത്ര ട്രയാങ്കിൾസ് യൂസ് ചെയ്തു? 2 അല്ലെ. വലിയ സ്ക്വയർ ഉണ്ടാക്കാനായിട്ടോ 4. അതായത് ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 4, നേരെ ഇരട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏരിയയും നേരെ ഇരട്ടി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ 2 മടങ്ങായിരിക്കുമല്ലോ. ചെറുതിന്റെ ഏരിയ എത്രയാണ്? 1 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നേരെ ഇരട്ടി. അപ്പൊ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ വലുതിന്റെ ഏരിയ എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആ സൈഡ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? അതായത് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എ സ്ക്വയർ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. എ സ്ക്വയർ എത്ര കിട്ടി? 2 കിട്ടി. അതായത് ഒരു വശത്തിന്റെ വർഗം എത്രയാണ്? 2. അതായത് ഏതോ ഒരു സംഖ്യയുടെ വർഗം എത്രയാണ്? 2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്കിനി അത് ഏത് സംഖ്യയുടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കൂലേ വശത്തിന്റെ നീളം. ഇനി ഞാൻ ഏതെങ്കിലും ഭിന്നസംഖ്യയുടെ വർഗം 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുക. 1ന്റെ വർഗം എത്രയാണ്? 1ന്റെ വർഗം അത് 1 തന്നെയാണ് അല്ലെ. 1ന്റെ വർഗം അത് 1 തന്നെയാണ്. പക്ഷെ നമുക്ക് എത്ര വേണ്ട? വർഗം 2 വേണ്ടത് അല്ലെ. ഇപ്പൊ കുറച്ചുകൂടെ വലുതല്ലേ 2.
അപ്പൊ ഞാൻ കുറച്ചുകൂടെ വലിയ സംഖ്യയുടെ ഒരു വർഗം എടുത്ത് നോക്കാനായിട്ട് പോവാം. ഇപ്പൊ 1ന്റെ വർഗം 1 ആയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ വലുത് നോക്കണം അല്ലെ. അപ്പൊ ഞാൻ 2ന്റെ വർഗം എടുത്ത് നോക്കി. 2ന്റെ വർഗം അത് എത്രയാ? ഓ, അത് 4 ആയി പോയല്ലേ. നമുക്ക് 2 മതിയായിരുന്നു, പക്ഷെ നമുക്ക് വർഗം എത്രയായിട്ട് കിട്ടിയ? 4 ആയിട്ട് കിട്ടി. അപ്പൊ 2 എടുത്താൽ ശരിയാകത്തില്ല. 2നെ കഴിഞ്ഞും കുറവുള്ള ഒരു സംഖ്യ എടുക്കണം അല്ലെ. അപ്പൊ 1നെ കഴിഞ്ഞും കൂടുതലുള്ള ഒരു സംഖ്യയും 2നെ കഴിഞ്ഞും കുറവുള്ള ഒരു സംഖ്യ എടുത്താൽ നമുക്ക് വർഗം 2 ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് 2ന് ഇടയിലുള്ള ഒരു സംഖ്യ എടുത്ത് നോക്കുവാണ്. 1.5. 1.5യുടെ വർഗം ഒന്ന് കണ്ടുപിടിച്ചേ. സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പൊ 1.5നെ നമുക്ക് എന്തെങ്ങനെ എഴുതാം? 1 + 1/2 എന്ന് എഴുതാലോ. ഇതിന്റെ വർഗം അല്ലെ, സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോർമുല? a + b ഹോൾ സ്ക്വയർ ഫോർമുല അല്ലേ. അതിന്റെ എക്സ്പാൻഷൻ എന്നാ? a², അതായത് 1ന്റെ സ്ക്വയർ പ്ലസ് 2 × 1 × 1/2 പ്ലസ് ഇനി b², അതായത് 1/2 ദ ഹോൾ സ്ക്വയർ. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെ അല്ലേ. പ്ലസ് 2 × 1 × 1/2. ഈ 2 ഈ 2 കൂടെ ക്യാൻസൽ ആയി പോവല്ലോ. അപ്പൊ ബാക്കി എന്തുണ്ട്? 1 × 1, അത് 1 തന്നെയല്ലേ. 1 പ്ലസ് അടുത്തത് 1/2 ദ ഹോൾ സ്ക്വയർ, അതായത് ഈ സ്ക്വയർ ഛേദത്തിനും അംശത്തിനും കൊടുക്കണം അല്ലെ. അപ്പൊ 1² / 2² എന്ന് വരും. 1² 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2² 4. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 1 2 പ്ലസ് 1/4 2 and 1/4 എന്ന് നമുക്ക് കിട്ടും. ഈ 1/4ന്റെ ദശാംശ രൂപം എന്താ? 0.25 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 1.5യുടെ വർഗം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത്? 2.25 എന്ന് കിട്ടും. അത് 2നെ കഴിഞ്ഞ് വലുതല്ലേ. നമുക്ക് വർഗം എത്ര വരാൻ പാടുള്ളൂ? 2 വരാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ 1.5 എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവോ? 1.5നെ കഴിഞ്ഞും കുറച്ചുകൂടെ ചെറിയൊരു സംഖ്യ എടുക്കണം, എന്നാലേ നമുക്ക് എത്ര കിട്ടുള്ളൂ? വർഗം 2 ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. 1.5നെ കഴിഞ്ഞും ചെറിയൊരു സംഖ്യ 1/4 എടുത്ത് നോക്കാം അല്ലെ. അതായത് 1/4 എന്ന് എങ്ങനെ എഴുതുന്നേ? 1 and 1/4. അപ്പോൾ ഇതിന്റെ വർഗം ഞാൻ എടുത്ത് നോക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, വീണ്ടും ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് 1 + 1/4 ദ ഹോൾ സ്ക്വയർ അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, വീണ്ടും a + b ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ a² പ്ലസ് 2 × a × b 1/4 അല്ലെ. പ്ലസ് അടുത്ത എന്താണ്? b², 1/4ന്റെ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ 1 തന്നെ പ്ലസ് 2 × 1 × 1/4. ഈ 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ആയില്ലേ. അപ്പോൾ 4ന്റെ സ്ഥാനത്ത് എത്ര വരും? 2 വരും അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. പ്ലസ് അടുത്ത ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ സ്ക്വയർ ചെയ്യണം അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിന് ചെയ്യുമ്പോൾ എന്ത് വരും? 1², അത് 1 ഡിവൈഡഡ് ബൈ 4² 16. അടുത്തത് ഈ ഭിന്നസംഖ്യകളെല്ലാം കൂടെ കൂട്ടണം അല്ലെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഛേദമെല്ലാത്തിന്റെയും സെയിം ആക്കണം. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 16 ആണ്. അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ഛേദം 16 ആക്കാനായിട്ട് പോവുക. ഇവിടെ 1ന്റെ ഛേദം എത്രയാ? 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ഛേദം 1. 1നെ എങ്ങനെ 16 ആക്കും? 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അംശത്തെയും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ആ ഭിന്നസംഖ്യ എങ്ങനെയായിട്ട് മാറും? 16 ഡിവൈഡഡ് ബൈ 16 പ്ലസ് അടുത്ത 2വിനെ 16 ആക്കണം. 2വിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16 ആവുമല്ലോ. അപ്പൊ അംശത്തെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 8 ഡിവൈഡഡ് ബൈ 16. ദെൻ പ്ലസ് ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ. സോ 1/16 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതെങ്ങനെ ചേഞ്ച് വരും? ഛേദം എല്ലാം സെയിം ആണ് അല്ലേ. അപ്പൊ ആഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര വരും? 16 + 8 24 പ്ലസ് 1 25 ഡിവൈഡഡ് ബൈ 16 എന്ന് നമുക്ക് കിട്ടും. ഈ 25 ഡിവൈഡ് ബൈ 16 ഒന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5625. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 1 and 1/4ന്റെ വർഗം എടുത്തപ്പോൾ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 1.5625 എന്നാണ് ആൻസർ കിട്ടിയത്. അതായത് അത് 2 ആണോ? അല്ല, 2നെ കഴിഞ്ഞും ചെറിയൊരു സംഖ്യയാണ്. അപ്പൊ നമുക്ക് പറയാം, ഈ ഭിന്നസംഖ്യയുടെയും വർഗം എന്തായില്ല? 2 ആയില്ല. ഇനി നിങ്ങൾ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഭിന്നസംഖ്യകൾ എടുക്കുക, അതിന്റെ വർഗം ഒന്ന് കണ്ടു നോക്കുക. ഏത് ഭിന്നസംഖ്യ എടുത്താലും നമുക്ക് എത്ര കിട്ടൂല? 2 വർഗമായിട്ട് കിട്ടത്തില്ല. അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ഒരു ഭിന്നസംഖ്യ എടുത്താലും അതിന്റെ വർഗം എത്രയായിട്ട് കിട്ടത്തില്ല? 2 ആയിട്ട് കിട്ടത്തില്ല. അതായത് ഈ വലിയ സ്ക്വയറിന്റെ ഒരു വശം അല്ലെ, ആ ഒരു വശം നമുക്ക് ഒരിക്കലും ഭിന്നസംഖ്യ ആയിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല.
വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വശം ഈ സമചതുരത്തിന്റെ ഡയഗണൽ അല്ലേ? അപ്പോൾ 1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം ഒരിക്കലും ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല. അത് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഒരു ഭിന്നസംഖ്യയുടെയും വർഗം 2 അല്ല. രണ്ടാമത് നമ്മൾ പറഞ്ഞതോ, സൈഡ് 1 സെന്റിമീറ്റർ ആയ ഒരു സമചതുരത്തിന്റെ വികർണം ഒരിക്കലും ഒരു ഭിന്നസംഖ്യയല്ല. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇങ്ങനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും നീളങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഞാനിവിടെ ഒരു സമഭുജ ത്രികോണം എടുത്തു, അല്ലെങ്കിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഞാൻ 2 സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വശവും 2 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെ? എല്ലാ വശവും 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഈ ഹൈറ്റ് ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കൃത്യ നടുവിൽ വെച്ച് കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലെ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓരോ വശം എത്രയായിരിക്കും? ഈ അടിഭാഗത്തെ വശം എത്രയായിരിക്കും? ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മുഴുവൻ നീളം എത്രയാണ്? 2 സെന്റിമീറ്റർ. അതിന്റെ പകുതിയല്ലേ? അപ്പോൾ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1 സെന്റിമീറ്റർ അല്ലെ? ഇത് ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് എത്ര സെന്റിമീറ്ററാ? 2 സെന്റിമീറ്റർ തന്നെ അല്ലെ? ഒരു മാറ്റവും ഇല്ല, 2 സെന്റിമീറ്റർ. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണെന്നല്ലേ ചോദ്യം. ആ ഹൈറ്റ് അല്ലേ ഈ അടുത്ത പെർപെൻഡിക്കുലർ സൈഡ്? രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് ആരായിട്ട് വരും? ഹൈറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഹൈറ്റ് നമുക്ക് ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൽ വരയ്ക്കുന്ന സ്ക്വയറുകളുടെ ഏരിയകളുടെ സമ്മ് ആരോട് ഈക്വൽ ആയിരിക്കും? ഹൈപ്പോട്ടിന്യൂസിൽ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയയോട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് എ, ഇവിടെ ബി, ഇവിടെ സി, ഹൈപ്പോട്ടിന്യൂസ് സിയുമാണ് എങ്കിൽ നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാനായിട്ട് പറ്റും? എ സ്ക്വയർ അത് ഏതിന്റെ ഏരിയ ആകും? ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ ആകും അല്ലെ? പ്ലസ് ബി സ്ക്വയർ അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? സി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് പൈതഗോറസ് തിയറം അല്ലെ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ ഏതാ? ഈ അടിഭാഗത്ത് ഈ നീളം അറിയാലോ, 1 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ഞാൻ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് 1ന്റെ സ്ക്വയർ ഇട്ടു. പ്ലസ് അടുത്തത് ബി അറിയാവോ? ഇല്ല. അപ്പൊ ബി സ്ക്വയർ എന്ന് തന്നെ ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു സിയുടെ നീളം അറിയാവോ? 2 സെന്റിമീറ്റർ അല്ലെ? അതായത് 2 സ്ക്വയർ. ഇനി ബി സ്ക്വയർ ഹൈറ്റ് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അതായത് ബി സ്ക്വയർ എഴുതിയിട്ട് അതിനകത്തുനിന്ന് ബി കണ്ടുപിടിച്ചാൽ പോരെ? ബി സ്ക്വയർ എങ്ങനെ എഴുതും? 1 സ്ക്വയർ ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലെ? അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ, അത് അവിടെ തന്നെ ഉണ്ട്, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 3 വരും. അതായത് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഈ സമചതുരത്തിന്റെ ഏരിയ. ഈ സമചതുരത്തിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 3 ആയിട്ട് കിട്ടി അല്ലെ? നമുക്ക് പക്ഷെ ഏരിയ അല്ല വേണ്ടത്, ഈ വശമാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? വശത്തിന്റെ വർഗം എടുത്തപ്പോഴാണ് 3 കിട്ടിയത്, അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിന്റെ വർഗം എടുത്തപ്പോഴാണ് 3 കിട്ടിയത്. അത് ഏത് നമ്പർ ആണെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതൊരു ഭിന്നസംഖ്യയാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യത്തേതുപോലെ തന്നെ ഞാൻ 1ന്റെ വർഗം എടുത്തു. 1ന്റെ വർഗം എത്രയാണ്? 1 തന്നെ അല്ലെ? 1ന്റെ വർഗം 1 തന്നെ. പക്ഷെ നമുക്ക് 3 അല്ലേ വേണ്ടത്? വർഗം 3 ആയിട്ടാണ് വേണ്ടത് അല്ലെ? അപ്പൊ 1നെ കഴിഞ്ഞും കുറച്ചുകൂടി വലിയൊരു സംഖ്യ എടുത്ത് നോക്കാം. നമുക്ക് 3 ആണ് വേണ്ടത്, 1 എത്തിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഞാൻ 1നെ കഴിഞ്ഞും കുറച്ചുകൂടെ വലിയൊരു സംഖ്യ എടുത്തു, 2. 2ന്റെ വർഗം എടുത്തു നോക്കി. 2ന്റെ വർഗം അയ്യോ അത് 4 ആയിപ്പോയി അല്ലെ? നമുക്ക് 4 അത്രയും വേണ്ട, നമുക്ക് 3 വരെ മതി. അതായത് നമുക്കറിയാം ഈ 1നും 2നും ഇടയിലുള്ള ഒരു സംഖ്യയുടെ വർഗമാണ് 3. അതൊരു ഭിന്നസംഖ്യയാണോ എന്ന് ഞാൻ നോക്കാനായിട്ട് പോവുക. അപ്പൊ ആദ്യം ചെയ്തതുപോലെ തന്നെ ഞാൻ 1.5യുടെ വർഗം എടുത്ത് നോക്കാനായിട്ട് പോവുക. 1.5യുടെ വർഗം ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5യുടെ വർഗം നമ്മൾ കുറച്ച് കണ്ടുപിടിച്ചായിരുന്നല്ലോ. എത്രയെന്ന് ഓർക്കുന്നുണ്ടോ? എത്രയത്? 2.25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആരുടെ വർഗം? 1.5യുടെ വർഗം. അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കേ, 1.5യുടെ വർഗം എടുത്തപ്പോൾ 2.25 എത്തിയതേ ഉള്ളൂ. 3 എത്തിയോ? ഇല്ല. അപ്പൊ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം അല്ലെ? കുറച്ചുകൂടെ കൂട്ടി ഞാൻ 1.25 എടുക്കാൻ പോവാണ്. 1 and 3/4 അങ്ങനെയല്ലേ 1.25 എഴുതുന്നത്? the whole raised to 2. അത് നമ്മൾ ചെയ്തില്ലായിരുന്നു അല്ലെ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സ്പാൻഡ് ചെയ്തേ. 1 plus 3/4 the whole square, that is equal to a plus b the whole square ആണല്ലോ. അപ്പോൾ a square 1 square plus
2 into a into b. b എത്രയാണ് 3/4 പ്ലസ് 3/4 the whole square. That is equal to ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെ അല്ലെ പ്ലസ് അടുത്തത് 2 into 1 into 3/4. ഈ 2 ഈ 4 കൂടി ക്യാൻസൽ ആയി പോലെ. അപ്പോൾ എന്ത് വരും 4ന്റെ സ്ഥാനത്ത് 2 വരും അല്ലെ. അപ്പോൾ 3/2 പ്ലസ് അടുത്തത് ഈ ഭിന്നസംഖ്യയുടെ വർഗ്ഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ വർഗ്ഗം കാണണം അല്ലെ. അപ്പോൾ 3 into 3 9 divided by 4 into 4 16. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ എല്ലാത്തിന്റെയും ഛേദം സെയിം ആക്കണം. അപ്പൊ ഒന്നിന്റെ ഛേദം എത്രയായിരുന്നു? ഒന്ന് തന്നെ അല്ലെ. അപ്പോൾ ഞാൻ ചെയ്തെല്ലാം 16 ആക്കാനായിട്ട് പോവുക. ഒന്നിനെ 16 ആക്കാൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിനെയും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 into 16 16 divided by 1 into 16 16 പ്ലസ് അടുത്ത് 2 16 ആക്കാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ ന്യൂമറേറ്ററിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. 3 into 8 24 divided by 2 into 8 16 പ്ലസ് ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ കാരണം 16 തന്നെയല്ലേ. 9 divided by 60. ഇനി ഇതൊന്ന് ആഡ് ചെയ്തേ. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. 16 പ്ലസ് 24 40 40 പ്ലസ് 9 49 49 divided by 16 എന്ന ആൻസർ കിട്ടും. ഇനി ഈ 49നെ 16 കൊണ്ട് ഒന്ന് കാൽക്കുലേറ്റർ ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3.0625 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതേ നോക്കിക്കേ, അത് 3നെ കഴിഞ്ഞ് വലുതല്ലേ. നമുക്ക് വലുതിന്റെ ആവശ്യമുണ്ട്. നമുക്ക് എത്രയാണ് വേണ്ടത്? 3 വർഗ്ഗമായിട്ടുള്ള ഭിന്നസംഖ്യ വേണ്ടത് അല്ലെ. അപ്പോൾ 1/4ന്റെ വർഗ്ഗം കണ്ടുപിടിച്ചപ്പോൾ 3 കിട്ടിയോ? ഇല്ല, 3നെ കഴിഞ്ഞ് വലുതായിപ്പോയി. അപ്പോൾ 1/4ന്റെ വർഗ്ഗവും എത്ര കിട്ടിയില്ല? 3 കിട്ടിയില്ല. അതായത് ഇങ്ങനത്തെ ഏത് ഭിന്നസംഖ്യ നിങ്ങൾ എടുത്താലും അതിന്റെ വർഗ്ഗമായിട്ട് 3 നമുക്ക് കിട്ടത്തില്ല. 3 ഒരിക്കലും വർഗ്ഗമായിട്ട് കിട്ടത്തില്ല. അതായത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് അല്ലെ, ഈ സൈഡ് ഒരിക്കലും ഒരു ഭിന്നസംഖ്യയായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അല്ല എങ്കിൽ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഭിന്നസംഖ്യയായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ സൈഡുള്ള ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഒരിക്കലും ഒരു ഭിന്നസംഖ്യയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? 1 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ഒരിക്കലും ഒരു ഭിന്നസംഖ്യ ആകത്തില്ല എന്ന് പറഞ്ഞല്ലേ. ഇവിടെ പറഞ്ഞത് എന്താണ്? 2 സെന്റിമീറ്റർ വശമുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഒരിക്കലും ഒരു ഭിന്നസംഖ്യ ആകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നീളം, ഒരു നീളം ഉണ്ടല്ലോ ഇവിടെ അല്ല, ഈ ഡയഗണലിന് ഒരു നീളമുണ്ട്, ഈ ഹൈറ്റിനും ഒരു നീളമുണ്ട്. അപ്പോൾ ആ നീളം എത്രയായിരിക്കും? അല്ലെങ്കിൽ ആ നീളത്തെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഡയഗണലിനെ അല്ലെങ്കിൽ ഈ ഹൈറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഞാൻ 4 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സമചതുരമാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ആണ് എത്ര? 4 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വശം എത്രയാന്ന് പറയാനായിട്ട് പറ്റുമോ? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡിന്റെ വർഗ്ഗം എടുത്തിട്ടുണ്ടെങ്കിലാണ് എന്ത് കിട്ടുന്നത്? ഏരിയ കിട്ടുന്നത് അല്ലെ. സൈഡിന്റെ വർഗ്ഗം എടുക്കുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഏരിയ എത്രയാണ്? 4 മീറ്റർ സ്ക്വയർ. അപ്പോൾ സൈഡിന്റെ സ്ക്വയർ ഞാൻ എ സ്ക്വയർ ഇട്ടു കേട്ടോ. എ സ്ക്വയർ എടുത്തപ്പോഴാണ് എത്ര കിട്ടുന്നത്? 4 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ എത്രയായിരിക്കും? ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് 4? അത് എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ അല്ലെ. കാരണം എന്നാ, 2ന്റെ സ്ക്വയർ ആണ് 4 എന്ന് നമുക്ക് അറിയാം. 2ന്റെ സ്ക്വയർ ആണ് 4. ഇവിടെ നോക്കുക, 2ൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ 4 ഉണ്ടാക്കിയത്? വർഗ്ഗം എടുത്തല്ലേ. അതായത് 2ൽ നിന്ന് 4 ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. 2ൽ നിന്ന് 4 ഉണ്ടാക്കാൻ നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചോ, 4ൽ നിന്ന് 2 ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണം? 4ൽ നിന്ന് 2 ഉണ്ടാക്കാൻ അത് തമ്മിലുള്ള ബന്ധം എന്നാ? 4ന്റെ വർഗ്ഗം എടുത്താൽ മതിയോ? 4ന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 4 into 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അതെടുത്താൽ മതിയോ? പോരാ അല്ലെ. അതായത് മുകളിലേക്കല്ല പോകേണ്ടത്, നേരെ തിരിച്ച് താഴത്തേക്കാണല്ലേ പോകേണ്ടത്. അതായത് നേരെ അടിയിലേക്ക്, റൂട്ടിലേക്കാണ് പോകേണ്ടത്, വേരിലേക്കാണ് പോകേണ്ടത്. ദാറ്റ് മീൻസ് 4ന്റെ സ്ക്വയർ റൂട്ട്, വേര് തപ്പി നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റൂട്ട് എടുക്കണം. സ്ക്വയർ റൂട്ട്, വേര് തപ്പി പോകണം. അതായത് സ്ക്വയർ റൂട്ട് എന്ന് എങ്ങനെ എഴുതുന്നത്? സ്ക്വയർ എന്ന് എങ്ങനെ എഴുതുന്നത്? മുകളിൽ 2 ഇട്ടാൽ മതി, സ്ക്വയർ ആയി അല്ലെ. അപ്പോൾ റൂട്ട് എന്ന് എങ്ങനെ എഴുതുന്നത്? റൂട്ട് ഇതാണ് ചിഹ്നം, സ്ക്വയർ റൂട്ട് ഓഫ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇപ്പോൾ കണ്ടോ, 4ൽ നിന്ന് എങ്ങനെയാ 2 ഉണ്ടാക്കിയെന്ന് മനസ്സിലായോ?
4ന്റെ റൂട്ട് തപ്പിയാണ് നമ്മൾ പോയത്, വേര് തപ്പിയാണ് പോയത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് കിട്ടും. 4ന്റെ സ്ക്വയർ റൂട്ട് ആണ് 2. അതായത് 4 ഏരിയ ഉള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഏരിയ 2 ആയിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ആണെങ്കിലോ, ഏരിയ 2 ആയിട്ടുള്ള ഒരു സ്ക്വയർ, അതായത് നമുക്ക് എങ്ങനെ കിട്ടും? ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ, അതല്ലെങ്കിൽ ഏതോ ഒരു വശത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 2 കിട്ടുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വശമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് ട്യൂബിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ? സ്ക്വയർ കണ്ടല്ലേ, മുകളിൽ എഴുതിയിരിക്കുന്നു സ്ക്വയർ കണ്ടപ്പോഴാണ് ട്യൂബിലേക്ക് പോകുന്നത്. ഇനി നേരെ തിരിച്ച് ട്യൂബിൽ നിന്ന് നമ്മൾ എങ്ങനെയാ പോകേണ്ടത്? വേര് തപ്പിയല്ലേ പോകേണ്ടത്. ട്യൂബിൽ നിന്ന് താഴെയുള്ള വേര് തപ്പി റൂട്ട് തപ്പി പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? എ കിട്ടത്തുള്ളൂ അല്ലെ? അപ്പൊ റൂട്ട് തപ്പി പോകുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നാണ് എഴുതുന്നത്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എ എന്ന ആൻസർ കിട്ടുന്നത്, അതായത് ഒരു വശം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഏരിയ എത്രയാണ്? 2 ആണ് അല്ലെ? ഏരിയ വലുതാണ് അല്ലെ? അപ്പൊ ഏരിയയിൽ നിന്ന് നമ്മൾ റൂട്ട് തപ്പി ഇറങ്ങുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ചെറിയ സൈഡ് കിട്ടത്തുള്ളൂ. അതായത് ഈ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ 3 ആയിട്ടുള്ള 3 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? ഏരിയ ആണല്ലേ 3. അങ്ങനെയാണെങ്കിൽ വശം കാണാൻ എന്ത് ചെയ്യണം? വേര് തപ്പി പോകണം. ചെറുതല വശം, വേര് തപ്പി പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ന്റെ വേര് തപ്പി പോവുക, 3ന്റെ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 3. അപ്പോൾ 3 ഏരിയ ഉള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 3 ആയിരിക്കും. ഏരിയ 2 സ്ക്വയർ മീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശം, ഒരു സൈഡ് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2 ആയിരിക്കും. അതുപോലെ തന്നെ ഏരിയ 3 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സൈഡ് എത്രയായിരിക്കും? അതിന്റെ വേര് അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ വശങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നും, ഇവിടെയോ ഏരിയ 3 ആണെങ്കിലോ സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്നും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതൊരു ഭിന്നസംഖ്യ അല്ലല്ലോ, അല്ല. പക്ഷെ നിങ്ങളോട് സ്ക്വയർ റൂട്ട് ഓഫ് 2 വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ട് ഓഫ് 2 വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കുമോ? ഇല്ല. കാരണം എന്നാ? അതിന്റെ നീളം അല്ലെങ്കിൽ അതിനൊരു അളവുണ്ടല്ലോ, അതിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ? അപ്പോൾ വെറുതെ സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന ഒരു സിമ്പൽ ഉപയോഗിച്ച് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണെന്നും, സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്നാൽ അതിന്റെ വാല്യൂ എത്രയാണെന്നും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് റൂട്ട് 2ന്റെ വില എത്രയാണെന്ന് നോക്കാം. എന്തായിരുന്നു റൂട്ട് 2? ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ് 2. അങ്ങനെയാണെങ്കിൽ അത് ഏത് സംഖ്യയാണ് എന്നതാണ് റൂട്ട് 2ന്റെ വില അല്ലെ? ആ സംഖ്യയാണ് നമ്മൾ റൂട്ട് 2 എന്ന് വിളിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ സംഖ്യകളുടെ വർഗം എടുത്തു നോക്കാൻ പോവാണ്. ആ വർഗങ്ങൾ എപ്പോഴെങ്കിലും 2 വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവാണ്. നമ്മുടെ 1ന്റെ വർഗം എത്രയായിരുന്നു? 1ന്റെ വർഗം അത് 1 തന്നെയാണ് അല്ലെ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1നെ കഴിഞ്ഞു വലിയൊരു സംഖ്യയുടെ വർഗം എടുക്കുമ്പോൾ 2 കിട്ടുമെന്ന് നോക്കാം. ഞാൻ 1നെ കഴിഞ്ഞ് വലുത് 2 എടുത്തു. 2ന്റെ വർഗം എത്രയാ? അത് 4 ആയിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലായി 1നും 2നും ഇടയിലുള്ള ഏതോ ഒരു സംഖ്യയുടെ വർഗം എടുത്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 1നും 2നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാ? 1.1, 1.2, 1.3 അങ്ങനെയുള്ള സംഖ്യകളൊക്കെ ആയിരുന്നു അല്ലെ 1നും 2നും ഇടയിലുള്ള സംഖ്യകൾ. അതായത് ഞാൻ 1.1ന്റെ സ്ക്വയർ എടുത്തു, 1.2ന്റെ സ്ക്വയർ എടുത്തു, അങ്ങനെ സ്ക്വയറുകൾ എടുത്തെടുത്ത് പോവുകയാണ്. അപ്പോൾ 1.1ന്റെ സ്ക്വയർ എടുത്തപ്പോൾ എനിക്ക് 1.21 ആണ് കിട്ടിയത്. അതായത് 2നെ കഴിഞ്ഞ് കുറവാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതെടുത്തു, അതായത് 1.2. 1.2ന്റെ സ്ക്വയർ എടുക്കുമ്പോഴോ 1.44 കിട്ടി. അതും 2നെ കഴിഞ്ഞ് കുറവല്ലേ? അപ്പൊ ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ കൂട്ടിയെടുത്തു, 1.3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.69. അതും 2നെ കഴിഞ്ഞ് കുറവാണ്, അതുകൊണ്ട് 2 എത്തിക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ കൂട്ടിയെടുത്തു, 1.4 എടുത്തു. അതിന്റെ വർഗം എടുക്കുമ്പോൾ എന്ത് വരും? 1.96 വരും. പക്ഷെ അതും 2നെ കഴിഞ്ഞ് കുറവാണ് അല്ലെ? അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ എടുത്തു നോക്കി, 1.5. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടി? 2.25 കിട്ടി. അത് പക്ഷെ 2നെ കഴിഞ്ഞ് കൂടുതലാണ് അല്ലെ? നമുക്ക് എത്രയാണ് വേണ്ടത്? വർഗം 2 ആയിരുന്നു വേണ്ടത് അല്ലെ? പക്ഷെ 1.5 എടുത്തപ്പോൾ 2നെ കഴിഞ്ഞ് വലിയ സംഖ്യയായ 2.25 ആണ് നമുക്ക് വർഗമായിട്ട് കിട്ടിയത്. അപ്പോൾ അത്രയും എനിക്ക് വേണ്ട അല്ലെ? 1.4 എടുത്തപ്പോൾ 2നെ കഴിഞ്ഞ് കുറവാ കിട്ടിയത്. പക്ഷെ 0.1 കൂടെ കൂട്ടി 1.5 എടുത്തപ്പോഴോ അത് 2ന് മുകളിലും പോയി. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ 1.4നും 1.5നും ഇടയിലുള്ള ഏതോ ഒരു സംഖ്യയുടെ വർഗമാണ് 2. ഈ 1.4ന്റെ വർഗമാണോ 1.5ന്റെ വർഗമാണോ 2വിനോട് കൂടുതൽ എടുത്തത്?
1.4ന്റെ വർഗം അല്ലെ, അതായത് 1.96 ആണ് 2വിനോട് കുറച്ചുകൂടി അടുത്തത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം സ്ക്വയർ റൂട്ട് ഓഫ് 2വിന്റെ ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ് ഏത് 1.4 എന്ന് നമുക്ക് പറയാം. പക്ഷെ എക്സാക്ട്ലി ആണോ? അല്ല. √2 എവിടെ കിടക്കുന്ന വാല്യൂ ആണ്? 1.4നും 1.5നും ഇടയിലായിരിക്കും ഏത് √2ന്റെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.4നും 1.5നും ഇടയിലുള്ള സംഖ്യകളുടെ വർഗം ഞാൻ കണ്ടു നോക്കാനായിട്ട് പോവുക. ഏതൊക്കെയായിരിക്കും ഇതിനിടയിലുള്ള സംഖ്യകൾ? 1.41, 1.42, 1.43 അങ്ങനെയുള്ള സംഖ്യകളായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സംഖ്യകളുടെ വർഗം കണ്ടു നോക്കി. അപ്പൊ ആദ്യത്തത് 1.41, അതിന്റെ വർഗം എടുത്തപ്പോൾ എനിക്ക് 1.9881 എന്ന് കിട്ടി. അത് 2 അല്ലേ നമുക്ക് വേണ്ടത്? 2വിനെ കഴിഞ്ഞും കുറവല്ലേ? ഓക്കെ, 2വിനെ കഴിഞ്ഞും കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കൂട്ടി ഞാൻ എടുക്കുവാണ്. 1.42 സ്ക്വയർ, അതിന്റെ വർഗം എത്രയാണ്? 2.0161 ആണ് അതിന്റെ വർഗം. അയ്യോ, അതിനെ കഴിഞ്ഞ് കൂടിപ്പോയി അല്ലെ? നമുക്ക് 2 വേണ്ടിയതുള്ളൂ, പക്ഷെ അത് 2വിനെ കഴിഞ്ഞും കൂടിപ്പോയി. അപ്പോൾ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ 1.41ന്റെ വർഗം 2 ആണോ? അല്ല, അതിനെ കഴിഞ്ഞും കുറവാണ്. പക്ഷെ അടുത്ത സംഖ്യ എടുത്തപ്പോഴോ അതിനെ കഴിഞ്ഞും കൂടിപ്പോയി. അപ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് 2 എവിടെ കിടക്കുന്നത്? 1.41നും 1.42വിനും ഇടയിലാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 കിടക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് സ്ക്വയർ റൂട്ട് ഓഫ് 2വിനോട് ഏകദേശം അടുത്തൊരു വാല്യൂ നമുക്ക് കിട്ടി. ഏതാണ്? 1.41. അപ്പോൾ വീണ്ടും 1.41നും 1.42വിനും ഇടയിലുള്ള കുറച്ച് സംഖ്യകളുടെ വർഗം ഞാൻ കാണാനായിട്ട് പോവാം. അത് ഏതൊക്കെയാണ് അതിനിടയിലുള്ള സംഖ്യകൾ? 1.411, 1.412 അങ്ങനെയാണ് ഇടയിലുള്ള സംഖ്യകൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ ഓരോന്നിന്റെയും വർഗം എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ 1.414ന്റെ സ്ക്വയർ എടുത്തുമ്പോൾ എത്ര കിട്ടി? 1.9993 എന്ന് കിട്ടി. തൊട്ടടുത്ത സംഖ്യ 1.415ന്റെ വർഗമോ? അത് 2ൽ കൂടിപ്പോയല്ലേ? അപ്പോൾ വീണ്ടും എനിക്ക് കിട്ടി 1.414നും 1.415നും ഇടയിലാണ് ആരുടെ വാല്യൂ? √2വിന്റെ വാല്യൂ കിടക്കുന്നത്. എന്നാൽ ഏകദേശം √2വിനോട് അടുത്തൊരു വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയതാണ് 1.414. ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ √2വിനെ ഏകദേശം എക്സാക്ട് ആയിട്ട് ഒരു വാല്യൂവിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ആ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ഒരു ദശാംശ സംഖ്യയുമാണ്. അതായത് √2വിന്റെ വാല്യൂ √2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.41421 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ദശാംശ സംഖ്യ ആയിട്ടാണ് ആരുടെ വാല്യൂ കിട്ടുന്നത്? √2വിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി അടുത്തത് √3യുടെ വാല്യൂ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ തന്നെ ആലോചിച്ച് നോക്കിക്കേ. √3 എന്നാൽ എന്താ? ഏതോ ഒരു സംഖ്യയുടെ വർഗം എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയാണ് ആര്? √3 ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തെ പോലെ തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെ അല്ലെ? അതായത് 3 ആണ് നമുക്ക് വേണ്ടത്. എത്രയായിട്ടുള്ളൂ? 1 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ സംഖ്യ ഇച്ചിരി കൂട്ടി കൊടുത്തു. ഞാൻ 2വിന്റെ സ്ക്വയർ എടുത്ത് നോക്കി. 2വിന്റെ സ്ക്വയർ എത്രയാണ്? അത് 4 ആണ് അല്ലെ? അപ്പോൾ 4 3നെ കഴിഞ്ഞും കൂടി പോയില്ലേ? അപ്പൊ 2വിന്റെ സ്ക്വയർ എടുക്കാൻ പറ്റത്തില്ലല്ലോ. 1ന്റെ സ്ക്വയർ എടുത്തപ്പോ 1 കിട്ടിയുള്ളൂ. പക്ഷെ 1നെ കഴിഞ്ഞും വലുതാണ് 3, പക്ഷെ 4നെ കഴിഞ്ഞും ചെറുതാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? √3 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ ഇടയിലാണ് കിടക്കുന്നത്? 1ന്റെയും 2ന്റെയും ഇടയിലാണ് ആരുടെ വാല്യൂ? √3യുടെ വാല്യൂ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ 1നും 2നും ഇടയിലുള്ള സംഖ്യകളുടെ വർഗം കണ്ടു നോക്കാനായിട്ട് പോവാണ്. അങ്ങനത്തെ സംഖ്യകൾ ഏതൊക്കെയാണ്? 1.1, 1.2, 1.3 എക്സെട്ര അല്ലെ? അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ വർഗം കണ്ടു നോക്കിയപ്പോൾ, കാൽക്കുലേറ്ററിൽ വർഗം കണ്ടു നോക്കിയപ്പോൾ ഇവിടെ നോക്കിക്കേ, 1.7ന്റെ വർഗം എത്രയാണ്? 2.89. അത് 3നെ കഴിഞ്ഞ് ചെറുതാണ് അല്ലെ? അപ്പോൾ ഞാൻ തൊട്ടടുത്ത സംഖ്യകളെ നോക്കി. 1.8ന്റെ സ്ക്വയർ അത് എത്ര കിട്ടി? 3.24 കിട്ടി. അത് പക്ഷെ 3നെ കഴിഞ്ഞ് വലുതല്ലേ? അപ്പൊ അങ്ങനെ വലുത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? 1.7ന്റെ വർഗം 3നെ കഴിഞ്ഞും ചെറുതായി പോയി. പക്ഷെ തൊട്ടടുത്ത സംഖ്യ 1.8ഓ അത് 3നെ കഴിഞ്ഞും വലുതായും പോയി. അപ്പോൾ നമ്മുടെ √3യുടെ വാല്യൂ എവിടെയായിരിക്കും കിടക്കുന്നത്? 1.7നും 1.8നും ഇടയിലായിരിക്കും √3യുടെ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അടുത്തത് എന്താ നോക്കേണ്ടത്? 1.7ന്റെയും 1.8ന്റെയും ഇടയിലുള്ള സംഖ്യകളുടെ വർഗം കണ്ടു നോക്കാനായിട്ട് പോവുക. അങ്ങനത്തെ സംഖ്യകൾ ഏതൊക്കെയാ?
1.71, 1.72 അങ്ങനത്തെ സംഖ്യകൾ അല്ലെ. അപ്പോൾ ഞാനിവിടെ 1.71ന്റെ വർഗം എത്രയാണ്? 2.9241. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോൾ 1.73 സ്ക്വയർ എത്രയായിട്ട് കിട്ടി? 2.9929 ആയിട്ട് കിട്ടി. അത് 3യോടെ ഏകദേശം അടുത്താണ് അല്ലെ. തൊട്ടടുത്തതും കൂടെ കണ്ടു നോക്കാം. 1.74 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.0276. അതായത് 3നെ കഴിഞ്ഞും വലുതല്ലേ അത്? അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. 1.73 എടുത്ത് നോക്കിയപ്പോൾ 3നെ കഴിഞ്ഞും താഴെയും, 1.74ന്റെ സ്ക്വയർ കണ്ടപ്പോഴോ 3നെ കഴിഞ്ഞും വലുതുമായി പോയി. അപ്പൊ നമുക്ക് അതിന് ഇടയിലുള്ള ഏതോ ഒരു സംഖ്യയാണ് ആരുടെ വാല്യൂ? √3യുടെ വാല്യൂ. അടുത്തത് വീണ്ടും ഇതിന് രണ്ടിനും ഇടയിലുള്ള ഏതിന് രണ്ടിനും? 1.73ക്കും 1.74നും ഇടയിലുള്ള സംഖ്യകൾ എടുത്തു നോക്കി അതിന്റെ വർഗം കാണാനായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യത്തെ സംഖ്യ 1.731 അതിന്റെ സ്ക്വയർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2.9963. 3യോട് അടുത്തതാണല്ലോ. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി വലിയ സംഖ്യ എടുത്ത് നോക്കത്തില്ലേ? അപ്പോൾ 1.732 അതിന്റെ സ്ക്വയർ കണ്ടപ്പോൾ എത്ര കിട്ടി? 2.9998. 3യോട് കുറച്ചുകൂടെ അടുത്തു അല്ലെ. ഒന്നോടെ വലുത് നോക്കിയാലോ? 1.733 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.0032. അത് പക്ഷേ 3നെ കഴിഞ്ഞും വലുതായി പോയി അല്ലെ. ഇതെടുത്തപ്പോൾ 3നെ കഴിഞ്ഞ് താഴെ പോയി, ഇതെടുത്തപ്പോൾ വലുതുമായി പോയി. അപ്പൊ നമുക്ക് വീണ്ടും എന്ത് പറയാം? ഇതിന് രണ്ടിനും ഇടയിലാണ് ആരുടെ വാല്യൂ കിടക്കുന്നത്? √3യുടെ വാല്യൂ കിടക്കുന്നത്. അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയി √3യുടെ വാല്യൂ തീരാത്ത ഒരു ദശാംശ സംഖ്യയായിട്ട് നമുക്ക് കിട്ടും. അതായത് √3യുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് കിട്ടും? 1.7205 എക്സെട്ര. ഇങ്ങനെ തീരാത്ത ഒരു ദശാംശ സംഖ്യയായിട്ട് √3യുടെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. √2ന്റെ എക്സാക്ട് വാല്യൂ എത്രയാണ്? 1.41421 എക്സെട്ര. ഇങ്ങനെ നീണ്ടുപോകും അല്ലെ. ഒരു ദശാംശ സ്ഥാനം മാത്രം നിർത്തിയിട്ടുണ്ടെങ്കിലോ √2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4. രണ്ടെണ്ണം നിർത്തിയാലോ √2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41. √3യുടെ കാര്യമാണെങ്കിലോ എക്സാക്ട് വാല്യൂ ഏതാണ്? √3 ഈക്വൽ ടു 1.73205 എക്സെട്ര. ഒരു ദശാംശ സ്ഥാനം മാത്രം നിർത്തിയാൽ √3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.7. രണ്ടെണ്ണം നിർത്തിയാലോ √3 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.73. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഡെഫിനേഷൻ കൂടെ പറയുന്നുണ്ട്. അതായത് എക്സ് പരപ്പളവായിട്ടുള്ള അല്ലെങ്കിൽ എക്സ് ഏരിയ ആയിട്ടുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഒരു വശത്തിന്റെ നീളം. വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ തന്നെ വേണ്ടേ? വേര് തപ്പിപ്പോണം അല്ലെ, അല്ലെങ്കിൽ റൂട്ട് തപ്പിപ്പോണം. അതായത് √x ആയിരിക്കും. എക്സ് പരപ്പളവുള്ള അല്ലെങ്കിൽ എക്സ് ഏരിയ ഉള്ള ഒരു സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ അളവ് √x ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗത്തെ ആശയങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.